കരഞ്ഞ് താഴെ വിടാതിരിക്കാൻ ഈ ആയത്ത് കേട്ടപ്പോ ചുമരിൽ പിടിച്ചിരുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അങ്ങനെ കരയുന്നു ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിലവർ ചിന്തിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ അവരുടെ കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ലാതെ വരുമ്പോ, അവരുടെ കാര്യത്തിൽ അവർക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോ, കഴിച്ചിലാവില്ലേ എന്ന ബോധമുണ്ടാകുമ്പോൾ അവരെല്ലാം വിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിച്ച് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെങ്ങനെയാണ് ഒരു വിശ്വാസി സമീപിക്കേണ്ടത് എന്ന് ഹുദത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി ഖുർആനിനെ സമീപിക്കുന്നത് ഖുർആൻ വായിക്കുക എന്ന് തന്നെയാണ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. നമ്മൾ ഏത് പുസ്തകവും പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കാൻ ആരംഭിക്കുമ്പോൾ വായിച്ചു തുടങ്ങുക എന്നതാണ്. വായിക്കാൻ പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിച്ചത്. ചില ആളുകൾ പറയാറുണ്ട് പാരായണം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം, അതതിന്റെ മികവാണ്. പക്ഷേ പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം പുണ്യമാണ്. ഖുർആൻ കേൾക്കൽ പുണ്യമാണ്, ഖുർആനിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്, ഖുർആൻ പാരായണം ചെയ്യൽ പുണ്യമാണ്. ഒരു കാര്യത്തിലേക്ക് നോക്കിയാൽ പുണ്യമുള്ള 3 കാര്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കഅബയാണ്, രണ്ടാമത്തത് വിശുദ്ധ ഖുർആനാണ്, മൂന്നാമത്തത് സ്വന്തം മാതാവിന്റെ മുഖത്തേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഒരാൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ല, കേട്ടാലും മതി. ഫസ്തമിഊല, ഈ ഒരു കേൾക്കുക എന്ന് പറയുന്നതും ഖുർആനിനെ സംബന്ധിച്ച് പുണ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ആദ്യം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ്, ഖുർആൻ വായിക്കുക എന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഖുർആൻ വായിക്കാത്ത ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല. മറിയം എന്ന് പറയുന്ന 7 വയസ്സുകാരിയായ വടക്കൻ ഗസയിൽ ജീവിക്കുന്ന ഒരു ചെറിയ കുട്ടി കഴിഞ്ഞ പെരുന്നാളിന് മുമ്പ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അവർ പറയാം, എന്റെ ഉപ്പ രക്തസാക്ഷിയാണ്, എനിക്ക് പെരുന്നാളിന് പുതുവസ്ത്രം വാങ്ങിത്തരാൻ ആരുമില്ല, എന്റെ ഉമ്മയും ഷഹീദയാണ്, രക്തസാക്ഷിയാണ്, എനിക്ക് പുതിയ വസ്ത്രങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പെരുന്നാളിന് ആരുമില്ല, എന്റെ കൂടെ കളിക്കേണ്ട 2 സഹോദരന്മാരും രക്തസാക്ഷികളാണ്, ഞാനൊരു അഭയാർത്ഥി ക്യാമ്പിൽ തനിച്ചു നിൽക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയോട് പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഈ വിഷമം, ഈ സങ്കടം, ഈ ദുഃഖം അതൊന്നും വിവരണാതീതമാണ്, ഇത് മറക്കാൻ നീ എന്താണ് ചെയ്യുക? അപ്പൊ ആ കുട്ടി അതിന് പറയുന്ന മറുപടി, ഓരോ 6 ദിവസത്തിനുള്ളിലും ഖതമുൽ ഖുർആൻ ചെയ്യുമെന്നാണ്. ഓരോ 6 ദിവസം കഴിയുമ്പോഴും ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു തീർക്കുമെന്നാണ്. ഇപ്പൊ ഖുർആനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ഇനി അത് ചരിത്രമല്ല, ലൈവ് മാറ്ററാണ്. നിങ്ങൾ നമ്മുടെ മുന്നിൽ ഗസ ജീവിക്കുന്ന സാക്ഷികളാണ്. ചരിത്രമൊന്നുമല്ല, സഹാബികളുടെ ചരിത്രമൊന്നുമല്ല. ഞാൻ പറയുന്ന ഏത് കാര്യം നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്ത് വായിക്കാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വായനയെ കൊണ്ട് ദുഃഖം മറക്കാൻ കഴിയുന്ന മനുഷ്യർ 1400 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയവരല്ല. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നവരാണ്. ഖുർആൻ ഓതാൻ സമയമില്ല, പാരായണം ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്ന ആളുകളില്ലേ? അല്ല, വണ്ടിയിൽ ഇന്ധനം തീരുന്ന സമയത്ത് എണ്ണ അടിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഡ്രൈവർ എത്രത്തോളം വിഡ്ഢിയാണോ അതിനേക്കാൾ വലിയ വിഡ്ഢിയാണ് ഇതിന് സമയമില്ല എന്ന് പറയുന്ന മനുഷ്യൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറിനിടയിൽ അല്പസമയം നമ്മൾ നീക്കിവെക്കണം. വിശുദ്ധ ഖുർആനെ നമ്മൾ വായിക്കണം, അതിനെ പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യേണ്ട വിധത്തിൽ നിങ്ങൾ അതിനെ പാരായണം ചെയ്യുക എന്നാണ്. രണ്ടാമത്
ഗസാലി ഇമാം പറയുന്നത് നിങ്ങൾ അതിനെ ഹിഫ്ദ് ചെയ്യുക എന്നാണ്. ഖുർആനിലെ അല്പമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഹൃദയം നരകത്തിന്റെ തീ ഒരിക്കലും ചേരുകയില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്പം ഖുർആൻ ഹൃദയത്തിലുണ്ടായാൽ ഹിഫ്ദ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ ട്രഡീഷനാണ്. നമ്മുടെ മുന്നിൽ നമ്മളിന്ന് ഓതുന്ന ഖുർആൻ ഹിഫ്ദിലൂടെ കിട്ടിയതാണ്. എല്ലാവരും ഡോക്യുമെന്റ് ചെയ്തത് ഹിഫ്ദിലൂടെയാണ്, ഹൃദയങ്ങൾ വഴി കൈമാറിയതാണ്. എഴുതി കൈമാറിയതും ഹൃദയങ്ങൾ വഴിയാണ് അതിനേക്കാൾ വേഗത്തിൽ കൈമാറിയത്. കാരണം ഒന്നാമത്തെ ഹാഫിദാറാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഹിഫ്ദ് വഴി വിശുദ്ധ ഖുർആൻ ലോകത്ത് പരന്നു. ലോകത്ത് വിശുദ്ധ ഖുർആൻ അതിവേഗത്തിൽ എത്തിയത് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സൃഷ്ടിച്ചു, രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാം ഇതിനെ സൃഷ്ടിച്ചു, മൂന്നാമത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ലഭിച്ചു. അങ്ങനെ ഹിഫ്ദ് വഴിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ വെടിനിർത്തലിന് മുമ്പ് ഒരു 10 ദിവസത്തെ വെടിനിർത്തൽ ഗസയിൽ നടന്നിരുന്നു. ആ സന്ദർഭത്തിൽ അവിടെ 2 പ്രധാനപ്പെട്ട പള്ളികളാണ്. ആ 2 പള്ളിപ്പള്ളിയാണ്. ഒന്ന് മസ്ജിദുൽ ഇമാം ഷാഫിഈ, ഇമാം ഷാഫിയുടെ പേരിൽ ഒരു പള്ളി ഗസയിലുണ്ട്. കാരണം ഗസയിൽ ജനിച്ച ആളാണ് ഇമാം ഷാഫിഈ. അദ്ദേഹം വളർന്നതൊക്കെ മക്കയിലാണെങ്കിലും ജനിച്ചത് ഗസയിലാണ്. അതുപോലെ തന്നെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഗസയിൽ ഒരു പള്ളിയുണ്ട്. വിശുദ്ധ ഖുദ്സിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വന്നത് ഗസ വഴിയാണ്. ഗസയിൽ അദ്ദേഹം ഇറങ്ങി നമസ്കരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്ന ചരിത്രപരമായ എല്ലാ പ്രസ്താവനകളും ഗസയിലാണ് അദ്ദേഹം നടത്തുന്നത്. ആ ഗസയിൽ അദ്ദേഹം നിസ്കരിച്ച സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഒന്ന് തകർത്തിരിക്കുകയാണ്. ഉമർ ഖത്താബിന്റെ പേരിലെ പള്ളിയാണ്. മൂന്നാമതൊരു പള്ളിയുണ്ട്, പ്രധാനപ്പെട്ട പള്ളി മസ്ജിദുൽ തഖ്വ. ഈ 3 പള്ളി അടുത്തടുത്ത് നിലനിൽക്കുന്ന പള്ളികളാണ്. ഈ 3 പള്ളിയിലും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. 10 ദിവസമാണ് വെടിനിർത്തൽ ഗ്യാപ്പുള്ളത്. ആ സമയത്ത് വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. 581 ഹാഫിളുകൾ ആദരിക്കുകയാണ്. 581 ഹാഫിളുകൾ സംഗമിച്ചിരിക്കുകയാണ്. അവർക്ക് ആദരവ് നൽകുകയാണ്. ഗസയിൽ ഏറ്റവും വലിയ പരിപാടി ഹാഫിളീങ്ങൾ ആദരിക്കലും ഷഹീദായ കുടുംബത്തെ ആദരിക്കലുമുള്ള 2 പരിപാടികളാണ്. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായ ഉമ്മമാർ ആദരിക്കും, ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായ മക്കളുള്ള ഉപ്പമാരെ ആദരിക്കും. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഹാഫിളീങ്ങളെ ആദരിക്കുക എന്നാണ് പറയുന്നത്. യഹ്യ സിൻവാർ, ഷഹീദ് യഹ്യ സിൻവാർ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഖസാം ബ്രിഗേഡിയർ, ഖസാം സൈന്യത്തെ അദ്ദേഹം ഒരുക്കി വെച്ചത് എന്താണെന്ന് വെച്ചാൽ ആത്മീയമായ ലെവലിൽ അവരെ ശക്തിപ്പെടുത്തി എന്നതാണ്. ആയുധ ലെവലിലല്ല. 40,000 മനുഷ്യന്മാരെ എല്ലാ റമദാനിലും അദ്ദേഹം വിളിച്ചു ചേർക്കും. ഈ റമദാനിൽ എന്താണ് ചെയ്യുക? ദൗറയാണ് ചെയ്യുക. ദൗറ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സൈനികൻ അദ്ദേഹം എങ്ങനെ എത്ര ഷൂട്ട് ചെയ്യുമെന്നല്ല നോക്കുന്നത്, എത്ര ആയത്ത് മനപ്പാടമുണ്ട് എന്നാണ് നോക്കുന്നത്. ആ ഓതി ആയത്തിന്റെ അപ്പുറത്തെ സൈനികൻ ഓതണം, കാണാതെ ഓതണം. അങ്ങനെ ദൗറ ചെയ്യാന്ന് പറയാം. ഇങ്ങനെ ദൗറ ചെയ്യുന്ന ആളുകൾ സാധാരണ ഒഴിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാരല്ല. ഒരു നാട്, പറന്ന നാടിന് നട്ടിൽ നിവർത്തി കാവൽ നിൽക്കുന്ന ഒരു ജനത. ആ ജനതയിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാവൽ നിർവഹിക്കുന്ന ഒരു മറ്റൊരു സൈന്യം. ആ സൈന്യമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കാലത്ത് ജമീല റംതീസി എന്ന് പറയുന്ന അബ്ദുൽ അസീസ് റംതീസിയുടെ ഭാര്യ, അവര് ഈ തുഫാൻ ലക്സയ്ക്ക് ശേഷമുള്ള യുദ്ധത്തിൽ രക്തസാക്ഷിയാണ്, ഷഹീദയാണ്. അവര് അന്ന് ഗസയിലെ ജനങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സേവനത്തെ കുറിച്ച് പറയുന്ന എന്താന്ന് ചോദിച്ചാൽ, ഈ രക്തസാക്ഷികൾ, ഇന്നിപ്പോ രക്തസാക്ഷികളായ പല ആളുകൾ, അവിടുത്തെ നേരത്തെ ഇസ്മായിൽ ഹനിയ ഗസയിൽ ഉണ്ടായിരുന്ന കാലത്ത്, യഹ്യ സിൻവാർ, ഇന്ന് നമ്മളെല്ലാവരും പറയുന്ന കൊട്ടേഷൻ ഇട്ട് പറയുന്ന അബൂ ഉബൈദ, യഥാർത്ഥ അദ്ദേഹത്തിന്റെ പേര് അബൂ ഉബൈദ അല്ല, അബൂ ഉബൈദ, അതുപോലെയുള്ള ആളുകളെല്ലാം ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ ദൗറ ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിഫ്ള് അതിങ്ങനെ പരസ്പരം ഓതി അങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവരം ഇസ്രായേൽ സൈന്യം അറിയുകയാണ്. ആ പള്ളി വളയാൻ ഇസ്രായേലിന്റെ സൈന്യം സജ്ജമായി വരികയാണ്. ഈ സമയത്ത് അവിടെ ജമീല റംതീസിക്ക് വിവരം കിട്ടുകയാണ്. അവരെന്ത് ചെയ്തു? അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ, പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സ്ത്രീകളെ മുഴുവൻ ഗസയിലെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ്, പുലർച്ചയാവുന്നതിന് മുമ്പ്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കിട്ടാവുന്ന അത്രയും സ്ത്രീകളെ സംഘടിപ്പിച്ച്, കൂടെ ഒരു പർദ്ദയും സംഘടിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പള്ളി വളയണം ഇസ്രായേൽ സൈന്യം വരുന്നതിന് മുമ്പ്. എന്നിട്ട് അവര് പറയാൻ, ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം പുലർച്ചെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഗ്രാമങ്ങളിൽ നിന്ന് 19 കിലോമീറ്റർ നടന്നും യാത്രയും ചെയ്ത് ഇവിടെ ആളുകൾ എത്തുമെന്നത് എനിക്ക് അവിശ്വസനീയമാണ്, നടക്കില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ പള്ളിയുടെ മുറ്റം മുഴുവൻ സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുകയാണ്.
കാരണം ഇസ്രായേൽ സൈന്യത്തെ അവിടേക്ക് കടക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഈ സ്ത്രീകളാണ് പ്രതിരോധിക്കുന്നത്. കൂടെ കൊണ്ടുവന്ന പർദ്ദ ധരിച്ചിട്ടാണ് ഇന്ന് ഈ പറഞ്ഞ ഷഹീദുകളുടെ നേതാക്കന്മാർ, രക്തസാക്ഷികളുടെ സുൽത്താൻമാർ എല്ലാം രക്ഷപ്പെട്ടു പോയത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കാൻ ഈ ജനത കാണിക്കുന്ന ജാഗ്രതയുണ്ടല്ലോ, ലോകത്ത് മറ്റാരെക്കാളും മാതൃകയാണ്. ഭൂപ്രദേശം, ഭൂമിക്ക് മുകളിൽ ഒരു മാപ്പ് എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആ മാപ്പിന്റെ മുകളിൽ വിശുദ്ധ ഖുർആൻ ഭാഗികമായോ മുഴുവനായോ ഹിഫ്ള് ചെയ്ത 60% ജനതയുള്ള ഒരൊറ്റ പ്രദേശമേ ഭൂലോകത്തുള്ളൂ. അതാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഹിഫ്ള് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ പാരമ്പര്യമാണ്. അതുകൊണ്ട് അതിലേക്ക് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാധ്യമാവുന്നത്ര വിശുദ്ധ റമദാനാണോ വരുന്നത്, ഖുർആന്റെ മാസമാണ്. അതിന് നമ്മളൊന്ന് ഖിറാഅത്തിന് സമയം കണ്ടെത്തണം, ഹിഫ്ളിനും സമയം കണ്ടെത്തണം. മൂന്നാമത്തെ തിലാവത്താണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കലാണ്, വായിക്കലാണ്, പിന്തുടരലാണ്. വിശുദ്ധ ഖുർആനിനെ നമ്മൾ അർത്ഥമറിഞ്ഞ് ആശയത്തോടു കൂടി വായിക്കലാണ്. വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരു ജനതയെ എങ്ങനെയാണ് ലോകത്ത് നമുക്ക് വിലയിരുത്താൻ കഴിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക. മദീന മുനവ്വറ, പ്രശോഭിതമായ പട്ടണം എന്നാണല്ലോ അതിന്റെ അർത്ഥം. അത് എന്ന് അക്കാലത്തല്ല, ഇന്നും ലോകത്തത് മുനവ്വറയാണ്, പ്രശോഭിതമായ നഗരമാണ്. ആ നഗരത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന സഹാബി പറയുന്നുണ്ട്, റസൂൽ എന്നോട് പറയാൻ, അതീ ഒരു കാലം വരും മദീനയിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു കാലം. രണ്ടാമത്തത് ഹീറയിൽ നിന്നൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്ന് കഅബ തവാഫ് ചെയ്തു പോകുന്ന കാലം. ഇത് രണ്ടും വരും. ഒന്നാമത്തെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു, കാരണം സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു മദീന എന്റെ കണ്ണുകൊണ്ട് ഞാൻ അനുഭവിച്ചു. അത് ഞാൻ അനുഭവിച്ചു. രണ്ടാമത്തെ എന്തായാലും സംഭവിക്കും, കാരണം ഒന്നാമത്തെ പറഞ്ഞത് ആളാണല്ലോ രണ്ടാമത്തെ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും സംഭവിച്ചു. കാരണം നമുക്കറിയാം, അപ്പോ ഒരു നിർഭയത്വം, സാമ്പത്തികമായ സുരക്ഷ, സമൃദ്ധി, സുരക്ഷിതത്വം, ഇതെല്ലാം വിശുദ്ധ ഖുർആൻ ഒരു ജനതയ്ക്ക് എങ്ങനെ വാഗ്ദാനം ചെയ്തെന്ന് ചോദിച്ചാൽ, ആ വാഗ്ദാനം ചെയ്ത് എങ്ങനെയാണ് ഒരു ജനതയെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചതിന്റെ ഉദാഹരണമാണ് മദീന എന്ന് പറയുന്നത്. ലോകത്തൊരു ആദർശത്തിനും പ്രത്യയശാസ്ത്രത്തിനും അവരുടെ വേദഗന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രശോഭിത നഗരം സൃഷ്ടിക്കാൻ ലോകത്ത് എവിടെയും സാധിച്ചിട്ടില്ല. പ്രശോഭിത നഗരം സൃഷ്ടിക്കാൻ വിശുദ്ധ ഖുർആന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് കാർൽ മാർക്സ് വന്നിട്ട് കാർൽ മാർക്സ് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ നടത്തുമെന്ന് ലോകം വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. 40 രാജ്യങ്ങളിൽ ലോകം അലയടിച്ചു വരുന്ന ഒരു സന്ദർഭമുണ്ട്. കമ്മ്യൂണിസം, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. പക്ഷേ 40 കൊല്ലേ അതിന് ആയുസുണ്ടായിട്ടുള്ളൂ. ആയുസുണ്ടായിരുന്നു മാത്രമല്ല, മോസ്കോയിൽ അതിന്റെ ശവമഞ്ചമൊരുക്കിയത് അതിന് സിന്ദാബാദ് വിളിച്ച ആളുകളാണ്. കാരണം മറ്റൊരു ജനറേഷൻ പോലും കൈമാറിയിട്ടില്ല. അതിന്റെ മുമ്പിൽ അത് അസ്തമിച്ചു പോയി. കാരണം അത് ഭൗതിക പ്രത്യയശാസ്ത്രമാണ്. ലോകത്ത് അത് വിഭാവന ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമോ ഒരു സോഷ്യലിസ്റ്റ് രാജ്യക്രമമോ ലോകത്തിന്റെ മുന്നിൽ പ്രശോഭിതമായി കാണിച്ചു കൊടുക്കാൻ അതിന് കഴിഞ്ഞില്ല എന്നത് അതിന്റെ അന്നത്തെയും ഇന്നത്തെയും പരാജയമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയാൽ ഒരു ജനതയിൽ എന്തൊക്കെ പരിവർത്തനം ഉണ്ടാവുമെന്നതിന് വിശദാംശങ്ങളില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, സാമ്പത്തികമായ സുരക്ഷിതത്വം. ഒന്ന് നിർഭയത്വമായ നഗരം ഉണ്ടാക്കാൻ ഒരാൾ പരിശ്രമിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആന്റെ മൂല്യം ഉണ്ടാവണം. ഓരോ 6 മണിക്കൂറിലും ഏകദേശം ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത്. അതുകൊണ്ട് പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങള് ഡൽഹിയിലേക്ക് വരുന്ന അവരുടെ പൗരന്മാരോട് പറയാ, ഡൽഹിയിൽ ഒറ്റക്കിറങ്ങി നടക്കരുതെന്ന് കുറിപ്പ് കൊടുക്കും വിസന്റെ കൂടെ. കാരണം അത്രയും ഡേഞ്ചറായി അവർ മനസ്സിലാക്കുന്ന നഗരമാണ്. അങ്ങനെയുള്ള നഗരത്തിന് തലസ്ഥാനമായി ജീവിക്കുന്ന 1543 രാജാക്കന്മാർ ജനാധിപത്യത്തിന്റെ കോട്ടിട്ട് നടക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിന് മുന്നിൽ സ്ത്രീ 6 മണിക്കൂറിനുള്ളിൽ ബലാത്സംഗത്തിന് വിധേയമാകുന്നുവെന്ന് പറഞ്ഞാൽ, അവിടെയാണ് ഹീറയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒറ്റക്ക് വന്ന് കഅബ തവാഫ് ചെയ്തു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കിനാവുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭൂലോകത്ത് നിങ്ങൾക്ക് കുറുക്കുവഴികളില്ല. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഈ വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഈ ഖുർആൻ മനസ്സേറ്റിയ, നെഞ്ചേറ്റിയ ജനതയാണ് ലോകത്ത് ഇന്നും മാതൃകാപരമായ നഗരത്തിന്റെ സൃഷ്ടാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ലോകത്തൊരു ചരിത്രമാണ്, ഒരു ഉട്ടോപ്യല്ല. നമ്മളാരും പറഞ്ഞ അവകാശവാദം ഉന്നയിച്ചുണ്ടാക്കേണ്ട ഒരു കേസല്ല. ലോകത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യൂറോപ്പിനെ ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ചത്, യൂറോപ്പ് കോഫി കുടിക്കാമെന്ന് യൂറോപ്പിനെ പഠിപ്പിച്ചത് അബൂ ഖാലിദ് എന്ന് പറയുന്ന മൊറോക്കോക്കാരനാണ്. രാവിലെ എഴുന്നേറ്റ ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ചത് അറബികളാണ്. അതുപോലെ അങ്ങനെ പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങി ലോകത്തെ വൻ വിജ്ഞാന പദ്ധതിയിലേക്ക് യൂറോപ്പിനെ പിടിച്ചുയർത്തുകയും അങ്ങനെ
ലോകത്ത് വിപ്ലവത്തിന്റെ മറ്റൊരു യുഗത്തിലേക്ക് യൂറോപ്പിനെ വഴിമാറ്റി സഞ്ചരിക്കുന്നതിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളുകൾ ആരൊക്കെയാണ്? വിശുദ്ധ ഖുർആനിനെ സ്നേഹിച്ച മനുഷ്യരാണ്. 2015 ഐക്യരാഷ്ട്രസഭ ഒരു പ്രകാശത്തിന്റെ 1000 വർഷങ്ങൾ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ 1000 വർഷങ്ങൾ ആചരിച്ചു. 1000 വർഷങ്ങൾ ആരുടെ ജന്മദിനമാണ്? ഇബ്നു ഹൈസമിന്റെ ജന്മദിനമാണ്. കാരണം പ്രകാശത്തെ കുറിച്ച്, ക്യാമറയെ കുറിച്ച്, ലെൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ കണ്ണിൽ ബയോളജിയിൽ വരയ്ക്കുന്ന അതിന്റെ പിക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലോകത്ത് ആദ്യം വെളിപ്പെടുത്തിയ മനുഷ്യനാണ് ഇബ്നു ഹൈസം എന്ന് പറയുന്നത്. അതുപോലെ ഖവാറിസ്മി, അതുപോലെ അബൂബക്കർ റാസി തുടങ്ങിയ മഹാന്മാർ, ഇബ്നു സീന, ഇബ്നു ഖൽദൂൻ തുടങ്ങിയ ആളുകളെല്ലാം എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ പുരോഗമനത്തിന്റെ മണ്ണ് നിങ്ങൾ മാന്തി നോക്കിയാൽ അതിന്റെ അസ്ഥിവാരം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ നിലവാണ്. അതില്ലാതെ ഒരിക്കലും യൂറോപ്പ് വളർന്നിട്ടില്ല. ഖുർആൻ വളർന്നപ്പോ ഖുർആന്റെ ജനത മാത്രമല്ല വികസിച്ചത്, ലോകം വികസിച്ച നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. കാരണം വായു വെള്ളം തരുന്ന, ഭക്ഷണം തരുന്ന, വെള്ളം ഭക്ഷണമൊക്കെ നമ്മൾ ചോദിച്ചിട്ട് തരുന്നതെന്ന് വെക്കാം, വായു തരണേ, ഓക്സിജൻ തരണേ പഠിച്ചോനെന്ന് ലോകത്തൊരാളും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓക്സിജന്റെ വില നമ്മൾ മനസ്സിലാക്കി. കോവിഡിന്റെ 2ാം തരംഗത്തിൽ 15,000 റുപ്യ കൊടുത്താൽ കിട്ടുന്ന, 5,000 റുപ്യക്ക് കിട്ടുന്ന സാധനം 5 ലക്ഷം രൂപ കൊടുത്ത് ഈ രാജ്യത്ത് വാങ്ങിയ സമയമുണ്ടായി. നമ്മൾ ലോകത്തെ വലിയ വലിയ വികസിത രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ വാതിലട ചമ്പറന്ന് നിന്നു. സോപ്പിട്ട് കഴുകിയാൽ ചത്തുപോകുന്ന ഒരണുവിന്റെ മുന്നിൽ ലോകം വിറങ്ങലിച്ചു പോയി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്സിജൻ സ്വന്തം അമ്മ, മകന് 60-70 വയസ്സായ അമ്മ പറയാ, 70 കൊല്ലം ഞാൻ ജീവിച്ചു, 35 വയസ്സേ നീ ജീവിച്ചിട്ടുള്ളൂ, നീ ജീവിച്ചോ എന്ന് പറഞ്ഞു മാസ്ക് വലിച്ചൂരി ആ ഓക്സിജൻ സിലിണ്ടർ മകന് കൊടുത്ത് നമ്മൾ കണ്ണിൽ കണ്ട കാഴ്ചയാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരികളിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യവസായ നഗരങ്ങളിൽ. ഇങ്ങനെ ഓക്സിജന്റെ വില നമുക്കറിയാം. നമ്മൾ എറണാകുളത്ത് ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ പോയിട്ട് വെന്റിലേറ്റർ കടന്ന് ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഹോസ്പിറ്റൽ ഉടമ തരുന്ന ബില്ല് ഓക്സിജന്റെ വില എന്ന് പറയുന്നത്. ഇത് ചോദിക്കാതുള്ളത് തരികയാണ്. ഞാൻ നിങ്ങൾ ചോദിക്കണില്ല. നമുക്ക് ഉമ്മ മരിച്ചാൽ ഒരാളൊരു പ്ലേറ്റ് ബിരിയാണി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ കഴിക്കില്ല. ഭക്ഷണമല്ലേ നമുക്ക് ആവശ്യം, ഓക്സിജനാണ്. ഏറ്റവും അനിവാര്യമായ കാര്യം അതാണ്. അത് ചോദിക്കാതെ മുറപ്രകാരം തരുന്ന റബ്ബ്, ആ റബ്ബിന്റെ ഒരു വചനം എന്താണെന്ന് തുറന്നു നോക്കാതിരിക്കുന്നത്, അതിനേക്കാൾ ഏറ്റവും വലിയ നന്ദി കെട്ട മനുഷ്യൻ വേറെയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിക്കുക. ഒരു ദിവസം ഒരായത്ത് പഠിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനമാകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ കവർ ചെയ്യും. വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലേക്ക് ധാരാളം സംവിധാനങ്ങൾ, ആയാത്ത് ദർസ പോലെയുള്ള, അതുപോലെ ഖുർആൻ സ്റ്റഡി സെന്റർ പോലെയുള്ള, മുമ്പ് കാലത്ത് ഖുർആൻ പഠിക്കണം എന്നൊരു ആള് തീരുമാനിച്ചാൽ നടക്കില്ല. കാരണം അവർക്ക് അതിന് സംവിധാനങ്ങളില്ല. ഇന്ന് സംവിധാനങ്ങളുണ്ട്. അത് ഖുർആനിനോട് വിശ്വാസി സ്വീകരിക്കേണ്ട 3ാമത്തെയും പ്രധാനപ്പെട്ടയും അടിസ്ഥാനം തിലാവത്തിന്റെ സമീപനമാണ്. 4ാമത്തെ സമീപനം എന്ന് പറഞ്ഞാൽ വൽ അമലു ബിഹി, പഠിച്ച പിന്നെന്താ ചെയ്യുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രവർത്തനം അനിവാര്യമാണ്. ഖുർആൻ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഖുർആൻ സ്റ്റഡി സെന്ററിന് വരുന്നു, മറ്റു ഓൺലൈൻ ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നു. പക്ഷെ ഖുർആൻ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അയാൾ പരാജിതനാണ്. അയാൾ അല്ലാഹുവിന്റെ മുന്നിൽ വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്നുള്ള വാക്കിനെ വിശദീകരിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞൊരു കാര്യം എന്താണ്? വിശുദ്ധ ഖുർആനിനെ ഉപയോഗിച്ച് അത് പഠിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ അവർക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയ ആളുകൾ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകള് മഹ്ജൂറിൽ പെടുമെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. ഖുർആൻ വായിച്ചു, പഠിച്ചു, ഖുർആൻ സ്റ്റഡി സെന്ററിൽ പോയി, ഖുർആൻ സമ്മേളനത്തിൽ പങ്കെടുത്തു, പക്ഷേ ഖുർആൻ ജീവിതത്തിലില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹിജാബിന്റെ ആയത്തിറങ്ങി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ കള്ള് നിരോധിച്ചു, മദ്യം നിരോധിച്ചു. ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് കുടിച്ചു കഴിഞ്ഞിട്ട് നാളെ മതി എന്നൊരു സഹാബിയും തീരുമാനിച്ചില്ല. തലമറക്കണം, അതുങ്ങളുടെ മാറിടത്തിലേക്ക് മുണ്ട് താഴ്ത്തിയിടണമെന്ന് പറഞ്ഞപ്പോ ടെക്സ്റ്റൈൽസ് പോയി 2 ദിവസം കഴിഞ്ഞ് പർച്ചേസ് ചെയ്തിട്ട് അത് ധരിക്കാമെന്നൊരു സഹാബി വനിതയും തീരുമാനിച്ചില്ല. ജനലിന്റെയും വാതിലിന്റെയും കർട്ടൻ വലിച്ചൂരുകയാണ്. വലിച്ചൂരി അവർ തലമറക്കുകയാണ്. കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ പഠിച്ചു, വായിച്ചു, നടപ്പിലാക്കി. അത് പിന്നേക്ക് വെക്കുന്നില്ല, നീട്ടി വെക്കുന്നില്ല, ന്യായങ്ങൾ നിരത്തുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ യഥാർത്ഥത്തിൽ അതനുസരിച്ച് അമല് ചെയ്യുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനോട് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വിധി തേടുക എന്ന് പറയുന്നത്, ഈ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും, പക്ഷേ ഖുർആനിൽ വിധി തേടാൻ അവർക്ക് അല്പം പ്രയാസമാണ്. അതുകൊണ്ട് ഖുർആനിലുള്ള സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനെ നമ്മൾ അത് അള്ളാഹു എന്റെ ജീവിതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ
അതിൽ പിന്നെ എനിക്ക് നോ ഇല്ല, ഓപ്ഷൻ ഇല്ല. അള്ളാന്റെ റസൂൽ ഈ കാര്യത്തിലാണ് പറഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പണക്കമുണ്ട്, അവൻ മധ്യസ്ഥനായവരോട് പറഞ്ഞ് വന്ന് പറയാൻ ഖുർആനുകളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ നോ എന്ന് പറയാൻ പാടില്ല, അതനുസരിക്കണം. അനുസരിക്കണം എന്ന് മാത്രമല്ല, അതിൽ മനസ്സിൽ വിഷമമുണ്ടായാൽ പോലും കുഫറാണെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിച്ചത് വളരെ ഗൗരവമുള്ള കാര്യം. നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളൊന്നും പറഞ്ഞില്ല, പക്ഷെ മനസ്സിൽ ഒരു വിഷമുണ്ട്. എന്തേ അള്ളാഹ് അങ്ങനെ പറഞ്ഞു, എന്തേ റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു മനസ്സിൽ വിഷമമുണ്ടായാൽ നിങ്ങൾ കുഫർ ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ നബി, നിങ്ങൾ വഴിത്തർക്കത്തിൽപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥം വന്നിട്ട് പറയാൻ ഇന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞത് ഇങ്ങനെയാണ്, റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാ മധ്യസ്ഥം പറഞ്ഞാൽ പിന്നെ അത് ഒന്നാമത്തെ മിനിറ്റിൽ അത് അംഗീകരിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ്. അതില്ലെങ്കിൽ അവൻ ഖുർആനിനെ മഹ്ജൂർ ചെയ്തവനാണ്, അവഗണിച്ചവനാണ്. അതിനെ അവഗണിച്ചാൽ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ സാക്ഷി പറയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനെ നമ്മൾ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ നമ്മൾ അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയാം, ദിക്ർ ചെയ്യാൻ നമ്മൾ പറയും. സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിശുദ്ധ ഖുർആനെ നമ്മൾ ഉൾക്കൊള്ളുക. വിശുദ്ധ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ആ ദിക്റിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഏറ്റവും വലിയ ദിക്ർ വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഇല്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ മറ്റു ദിക്റുകൾക്ക് പ്രാധാന്യമില്ല. രണ്ടാമത്തെ ദിക്ർ ഏതാണ്? നിസ്കാരമാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. മൂന്നാമത്തെ ദിക്റാണെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇതൊരു 70,000 2 ലക്ഷം ഒക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഖുർആനും ഇല്ല, നിസ്കാരവും ഇല്ല. അപ്പൊ മൂന്നാമത്തെ ദിക്ർ ഉണ്ടായിട്ട് കാര്യമില്ല. ആദ്യത്തെയും രണ്ടാമത്തെയും ദിക്ർ വളരെ പ്രധാനമാണ്. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദിക്ർ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ ആവാഹിക്കുകയും ചെയ്ത ജനത. ആ ജനത എന്താണ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനം അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ജീവിതത്തിലുണ്ടായ പരിവർത്തനങ്ങൾ, അവരുടെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി അതാണല്ലോ അഹൂക ഈസ ദഅമൈതൻ ഫഖാബലഹു ഫഅൻത അഹ്യൈത അജ്യാലൻ മിനൽ ഇദമി. ഇമാം ബുസൂരി പറയാ, നിന്റെ സഹോദരൻ ഈസ അലൈഹിസ്സലാം മരിച്ച ഒരാളെ ജീവിപ്പിച്ചിട്ടുണ്ട്, അത് അദ്ദേഹത്തിന്റെ മുഅ്ജിസത്താണ്. പക്ഷേ നീ ഒരാളെ മാത്രമല്ല, അഹൂക ഈസ ദഅമൈതൻ ഫഖാബലഹു ഫഅൻത അഹ്യൈത അജ്യാലൻ മിനൽ ഇദമി. അനേകം തലമുറകളെ ജീവനുള്ളതാക്കിയത്, ജീവസുറ്റതാക്കിയത് വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ എന്ന മുഅ്ജിസത്തിനോളം വലിയ മുഅ്ജിസത്ത് ലോകത്ത് എവിടെയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അതിനെ സമഗ്രമായി നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് തദബ്ബുർ ചെയ്യുക. അതെല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ നമ്മൾ ചിന്തിക്കണം, വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കണം. തദബ്ബുറും തഫക്കുറും തമ്മിൽ വ്യത്യാസമുണ്ട്. തദബ്ബുർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കലാണ്. ആഴത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തഫക്കുഹ് ചെയ്യുക, തദബ്ബുർ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഫർദ് ഐനല്ല. അല്ലാമ റഷീദ് എന്ന് പറയാൻ തഫക്കുർ ഫർദ് ഐനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിയുന്നതാവണല്ലോ ഫർദ് ഐൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ തദബ്ബുർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനുള്ള ഒരു സമീപനമാണ്. ഖുർആനിനെ മുന്നിൽ വെച്ച് ലോക സാഹചര്യങ്ങളെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ ശാസ്ത്ര ലോകത്തെ അത്ഭുതങ്ങള്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ മനസ്സിലാക്കലും അതിന്റെ വ്യാപ്തിയിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം നടത്തേണ്ട പ്രധാനപ്പെട്ട ഖുർആനിനോടുള്ള ആദാബിൽപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ പറയാൻ തഫക്കുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ വെച്ചിട്ട് എന്റെ ജീവിതത്തെ നാം അളക്കുക, സ്വന്തം ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിനാണ് ഫിക്ർ എന്ന് പറഞ്ഞാൽ ലോകത്തെ കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ചല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഒരു 10,000-കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്തിരിക്കാൻ, തല മൊട്ടയടിച്ചിരിക്കാൻ. കാരണം എന്താണ്? മാസക്കണക്കിന് കുളിക്കാൻ വെള്ളമില്ല. ഗസയിലെ സ്ത്രീകള് തലമുടിയില്ല, കാരണം മുടി പരിപാലിക്കാൻ അവർക്ക് കഴിയില്ല. നട്ടെല്ല് നിവർത്താൻ ശേഷിയില്ലാത്ത മനുഷ്യർ, കാരണം മുതുക് നിവർത്തണമെങ്കിൽ ഭക്ഷണം വേണം. അതുപോലെ ഒരു ഒലിവുകായ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം, ഇതൊക്കെയാണ് കുടുംബത്തിന് ശരാശരി കിട്ടുന്ന ഭക്ഷണം UN വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളാണ് 4,20,00,000 ടണ്ണ് അവശിഷ്ടമാണ് ഗസയിലുള്ളത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ കണക്കനുസരിച്ച് 16 കൊല്ലം വേണം ഈ വേസ്റ്റ് നീക്കം ചെയ്യാൻ. അത്രയും അവശിഷ്ടങ്ങൾ ഭൂലോകത്ത് ഇന്നേ വരെ ഒരു രാജ്യവും ഒരു ശക്തിയും ഇത്രയധികം മാരകായുധങ്ങൾ ഒരു ചെറിയ സ്ഥലത്ത് ഇതുവരെ വിക്ഷേപിച്ചിട്ടില്ല. ടൺകണക്കിന് ബോംബുകളാണ് പതിറ്റാണ്ടുകളായി അഫ്ഗാനിൽ അമേരിക്ക ചെയ്തതിന്റെ 10ഉം 20ഉം ഇരട്ടി ബോംബുകളാണ് ഗസയിലേക്ക് നിർത്തിയത്. അത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ലോകത്തെ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ
വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു ചലഞ്ചാണ്. ലോകത്ത് വലിയ മിഥ്യാധാരണകൾ തകർന്നു വീണ ഒരു ദിവസമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്ത് ഡിജിറ്റൽ ഇമ്പീരിയലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് സൈനിക ഇമ്പീരിയലിസത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ഇമ്പീരിയലിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോഫ്റ്റ്വെയർ, ഡിജിറ്റൽ, ഹാർഡ്വെയർ, എല്ലാ ശക്തികളും അതിന്റെ മടങ്ങ് ശക്തിയോടുകൂടി വിനിയോഗിച്ചിട്ടും ഒരു ജനത അത്ഭുതകരമായ രീതിയിൽ നട്ടെല്ല് നിവർത്തി തിരിച്ചു വന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ദിവസത്തിന് നമ്മൾ പറയുന്നത്, ഈ വെടിനിർത്തൽ തുടങ്ങിയ ദിവസത്തിന് അവർ വിളിക്കുന്ന പേര് തൂഫാനുൽ ഔദ എന്നാണ്. തിരിച്ചുവരവിന്റെ ദിവസം എന്നാണ്. തൂഫാനുൽ ഔദയുടെ ദിവസങ്ങളാണ്. കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന ആളുകൾ സന്തോഷത്തോടുകൂടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ മണ്ണിൽ സുജൂദ് ചെയ്യുകയാണ്. ആ മണ്ണിനെ സുജൂദ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രക്തസാക്ഷികളായ മക്കളുള്ള ഉമ്മമാർ, അതുപോലെ തന്നെ ഉപ്പമാർ. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇസ്രായേൽ ഓരോരുത്തർക്കും തടവ് ശിക്ഷ വിധിക്കുന്നത് 12 കൊല്ലം, 120 കൊല്ലം, 25 കൊല്ലമൊക്കെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുക. അങ്ങനെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് നിക്കാഹ് കഴിഞ്ഞ് ഉടനെ തന്നെ ജയിലിലേക്ക് പോവുകയാണ്. ഇനി ഇസ്രായേലിന്റെ ശിക്ഷ എത്ര? 112 കൊല്ലമാണ് വധശിക്ഷ വിധിക്കുന്നത്. അവരൊക്കെ ഈ ബന്ധു കൈമാറ്റത്തിൽ മടങ്ങി തിരിച്ചു വരികയാണ്. അവരെല്ലാം പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് റബ്ബിനോട് ശുക്ർ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്തസാക്ഷികളായ കുട്ടികളുള്ള, അതുപോലെ തന്നെ മക്കളുള്ള ആളുകൾ, ഉപ്പമാരെല്ലാം അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ എന്ന മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. അങ്ങനെ അവർക്ക് അല്ലാഹുവിനോട് നന്ദി പറയാൻ, ശുക്ർ ചെയ്യാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷികളായ ഉമ്മമാര് അതിൽ അഭിമാനിക്കുന്ന സന്ദർഭം. അതുപോലെ തന്നെ അവിടെ നേതാക്കന്മാർ നിങ്ങൾ ആലോചിച്ചു നോക്കുക. അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ദുർബലരായ ജനവിഭാഗങ്ങളാണ്. പക്ഷെ ലോകം വലിയൊരു ചേഞ്ചിന് വിധേയമായ ഒരു ആക്രമണമായിരുന്നു ഈ ആക്രമണം എന്ന് പറയുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന കോഴ്സിനെ സപ്പോർട്ട് ചെയ്യാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു നാഴികക്കല്ലായി തൂഫാനുൽ അഖ്സ മാറിയിരിക്കുകയാണ്. ആ തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത് ഇന്നലെ വചനം നടത്തുന്ന സന്ദർഭത്തിൽ ഹമാസിന്റെ നേതാക്കന്മാർ പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഗസ വിട്ടു പോവുകയില്ല, മറിച്ച് ഞങ്ങളുടെ യാത്ര ഖുദ്സിലേക്കാണ്. ഞങ്ങൾ ഖുദ്സിലേക്കാണ് അധിനിവേശം നടത്തുന്നത്, അല്ലെങ്കിൽ ഖുദ്സിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഖുദ്സ് പിടിച്ചടക്കാതെ, ഖുദ്സ് ഞങ്ങൾ തിരിച്ചെടുക്കാതെ ഒരിക്കലും ഈ പോരാട്ടം അവസാനിക്കില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ലോകം മുഴുവൻ ഉപരോധത്തിലായി, ഭക്ഷണവും വെള്ളവും ഇല്ലാതെയായി, 10,000-കണക്കിന് മനുഷ്യർ കൺമുന്നിൽ പടഞ്ഞു മരിച്ചു. ഒരു വീട്ടിൽ ഒരാളെങ്കിലും കാലോ കൈയല്ലാത്ത മനുഷ്യർ അവശേഷിച്ചു. തടവറയിൽ കിടക്കുന്ന അനേകം ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ആയുധങ്ങളില്ല, പോരാടാനുള്ള ശേഷിയല്ല, അമത്തമിച്ചുവെന്ന് പറഞ്ഞ ഒരു ജനത അത്ഭുതപൂർവമായി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അവരെഴുതി അംഗീകരിച്ച കരാറിന്റെ മുന്നിൽ ലോകത്തെ ഏറ്റവും പവറുള്ള ഒരു രാജ്യം ആ നിരുപാധികം ഒപ്പുവെക്കുകയാണ്. അവരുടെ ആവശ്യത്തിന് പല തിരുത്തലുകളും നടത്തി. പക്ഷെ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ പറയുന്നത് ശരിയാ. എന്നിട്ട് എവിടെയാണ് ഒരു ബന്ധു കൈമാറ്റം നടന്നത്? യഹിയ സിൻവാറിന്റെ വീട്ടിന്റെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ ആ പോരാളിയുടെ സ്മാരകം, ആ പോരാളിയുടെ സ്മരണം നിലനിർത്തിക്കൊണ്ട് ഈ പോരാട്ടത്തെ ജ്വലിപ്പിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് മനസ്സിലാക്കുകയും അവർ തയ്യാറാണെന്ന് പറയാൻ ഇമാം ഗസാലി അവസാനമായി പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ ഫിക്ർ ചെയ്യുകയും നിങ്ങൾ വിശുദ്ധ ഖുർആൻ തന്റെ കാര്യത്തിൽ ഇറങ്ങിയതാണെന്ന ബോധ്യത്തിൽ വായിക്കുകയും ചെയ്യുക എന്നതാണ് ഖുർആനിന്റെ പ്രത്യേകത. അത് മുഹ്ദസത്തുണ്ട് എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, ഇമാം ബൂസൂരി പറയുന്നുണ്ട്, ആയാത്തു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദാമി. മുഹ്ദസത്ത് ഖുർആന്റെ പ്രത്യേകതയാണ്. അത് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അന്താരാഷ്ട്ര പണ്ഡിത സംഗമത്തിൽ മർഹൂം ഷഹീദ് ഇസ്മായിൽ ഹനിയ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു സമയമുണ്ട്. അദ്ദേഹം ഓതുന്ന ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അനേക തവണ ആയത്തുകൾ പാരായണം ചെയ്തവരാണ്. പക്ഷെ നമുക്കറിയാം, അത് ഗസയിൽ ഇസ്മായിൽ ഹനിയക്ക് വേണ്ടി അല്ലാഹ് ഇറക്കിക്കൊടുത്തതാണ് എന്ന് തോന്നുന്ന ഒരു മാസ്മരിക ശക്തി അതിനുണ്ട്. അബൂ ഉബൈദ എല്ലാ ദിവസവും ബ്രീഫ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആദ്യവും അവസാനവും നടുവിലുമെല്ലാം ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും. ആയത്തുകളെല്ലാം അവരുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ് എന്ന് നമുക്ക് തോന്നും. അത് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ ഒരിക്കലും വിശുദ്ധ ഖുർആൻ മണ്ടിറങ്ങി അസ്തമിച്ചു വന്നാൽ അതൊരു പുണ്യത്തിന് വേണ്ടിയാണെന്ന് കരുതി പാരായണം ചെയ്യരുത്. വിശുദ്ധ ഖുർആനിന് എന്റെ കാര്യത്തിൽ അവതരിച്ച ഒരു ഗ്രന്ഥമാണെന്ന രീതിയിൽ മുഹ്ദസത്ത് വകവെച്ചു കൊടുക്കുക. ഖുർആനിനോട്
അതവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുർആനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ രക്ഷപ്പെടൂലേ, കഴിച്ചിലാവൂലേ എന്ന ബോധം നമുക്കുണ്ടാവണം. അതില്ലാത്തൊരു സഹാബി, ഒരു സലഫുസ് സാലിഹ് നമുക്ക് ആരെയും കാണാൻ കഴിയില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാൻ, ഞാൻ 300 സഹാബികളുമായി സാവധിച്ചു. കർമ്മശാസ്ത്രപരമായി എല്ലാവർക്കും അവർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അവർ സ്വർഗത്തിൽ കടക്കില്ലേ, പോവില്ലേ എന്ന ബേജാറില്ലാത്ത, ഞാൻ നിഫാഖ് മുനാഫിക്കായി പോകുമോ എന്ന പേടിയില്ലാത്ത ഒരു സഹാബിയെയും ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂ ഹുദൈഫത്തുൽ യമാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ ലിസ്റ്റ് കൊടുത്ത മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആളുകളുണ്ട്. അദ്ദേഹത്തെ എവിടെ കണ്ടാലും ഓടി വന്ന് ഒരാൾ കെട്ടിപ്പിടിക്കും. അബൂ ഹുദൈഫയോട് സലാം പറയും. എന്നിട്ട് ചോദിക്കാൻ, അബൂ ഹുദൈഫ, ഈ ലിസ്റ്റിൽ ഞാനുണ്ടോ? ആരാ ചോദിക്കുന്നത്? ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമറുൽ ഖത്താബ് ലാ നബിയ്യ ബഅദി അന ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ. എന്റെ ശേഷം ഒരു പ്രവാചകൻ അല്ല പറഞ്ഞേക്കുമായിരുന്നെങ്കിൽ ലകാന ഉമറുൽ ഖത്താബ്, അത് ഖത്താബിന്റെ മകൻ ഉമറാണ്. അത്ര ശ്രദ്ധ നല്ലൊരു മനുഷ്യൻ ചോദിക്കാം. നമ്മുടെ നാട്ടിൽ മുനാഫിക്കുകളുടെ ലിസ്റ്റ് സൂക്ഷിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടെന്താ ചെയ്യുക? നമ്മൾ ചോദിക്കുക, അതിൽ ആരൊക്കെയുണ്ട് എന്നാണ് ചോദിക്കുക. ഞാൻ ഏതായാലും ഇല്ല എന്ന് മനസ്സിലാക്കുക. അത് വ്യത്യാസമുണ്ട്. ഇതാണ് ഫിക്ർ എന്ന് പറഞ്ഞാൽ. ഫിക്ർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുക. ഇത് സഹാബികളിൽ ഉണ്ടായ ബോധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയാ, ഫാത്തിമ, നീ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ സാധുവായ അലിയെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടാൽ നീ നിന്റെ ഉപ്പയോട് പറയണം, അലി പാവമാണ്, അലിയെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കല്ല ഉപ്പ, സ്വർഗത്തിലാക്കാൻ ശുപാർശ ചെയ്യൂ എന്ന് നിന്റെ ഉപ്പയോട് പറയണം. ആര്? അലിയും ഫിൽ ജന്ന, അലി സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സർട്ടിഫിക്കറ്റ് കൊടുത്ത മനുഷ്യരാണ്. അതുപോലെ തന്നെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മദീനയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മദീന വിട്ടു പോകാൻ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാൻ, ഉസ്മാൻ, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകാം, നിങ്ങൾ മക്കയിലേക്ക് പോകൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അലി, നിങ്ങൾ സംരക്ഷണം വാഗ്ദാനം ചെയ്താൽ നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധീരനാണ്, നിങ്ങളുടെ സംരക്ഷണത്തിൽ എനിക്ക് രക്ഷപ്പെടാം. പക്ഷേ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മദീനയിൽ ഒരു പ്രശ്നം വരുമ്പോ സ്വന്തം കാര്യം നോക്കി ആരെങ്കിലും നാടുവിട്ടാൽ അവന് സ്വർഗം തടയുമെന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് എനിക്ക് മരണത്തെക്കാൾ വലുത് സ്വർഗമാണെന്ന് പറഞ്ഞ സാഹിബുൽ ഖുർആൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനെ വെച്ചിട്ട് എപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുക. ഇത് പഠിക്കണ പഠിതാക്കൾ ഈ ഖുർആൻ ആത്യന്തികമായി ഏറ്റവും സ്ട്രൈറ്റ് ആയ റൈറ്റ് ആയ വഴിയിൽ നമ്മളെ നയിക്കാനുള്ള ഒരു ഗന്ധമാണ്. ആ വഴിയിലൂടെ ഞാൻ പോകുന്നുണ്ടോ, ഞാൻ രക്ഷപ്പെടുമോ എന്ന ആലോചന. ആ ആലോചന വരുമ്പോഴാണ് നിങ്ങളെ കണ്ണിന്ന് കണ്ണുനീര് വരിക. കണ്ണീരൊലിക്കാത്ത വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കണ്ണീരൊലിപ്പിക്കാത്ത ഒരു സഹാബിയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആർത്തുകരഞ്ഞ സഹാബികൾ. അൽ ഖാരിഅ എന്ന ആയത്ത് സുക്തമോദിയപ്പോ അൽ ഖാരിഅതു വൽ ഖാരിഅ വമാ അദ്റാക വൽ ഖാരിഅ എന്ന 3 വചനങ്ങളല്ലാതെ ഞങ്ങളൊന്നും സിദ്ദീഖുൽ അക്ബർ എന്ന് കേട്ടില്ല. എങ്ങിയുള്ള കരച്ചിലല്ലാതെ. ഇങ്ങനെ എല്ലാവരും കരയുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ, കരഞ്ഞ് താഴെ വിടാതിരിക്കാൻ ഈ ആയത്ത് കേട്ടപ്പോ ചുമരിൽ പിടിച്ചിരുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അങ്ങനെ കരയുന്നു ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിലവർ ചിന്തിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ അവരുടെ കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ലാതെ വരുമ്പോ, അവരുടെ കാര്യത്തിൽ അവർക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോ, കഴിച്ചിലാവില്ലേ എന്ന ബോധമുണ്ടാകുമ്പോൾ അവരെല്ലാം വിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിച്ച് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആനോദി കരയുന്ന കണ്ണ് നരകത്തിൽ ഒരിക്കലും എത്തുകയില്ല എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനോദി കരയുന്ന കണ്ണ് സ്വർഗത്തിലാണ് അതിന്റെ സ്ഥാനമെന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ, വിശുദ്ധ ഖുർആനിനോട് 8 സമീപനങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ അതിജീവനത്തിന് വിശുദ്ധ ഖുർആൻ അല്ലാതെ വഴിയില്ല. വഴിയില്ല എന്ന് പറയുന്നത് നമ്മുടെ പ്രസംഗത്തിന്റെ വൈഭവത്തിൽ പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിന്റെ വിഷയത്തിന് വേണ്ടി പറയുന്നതല്ല. ഒരു ജനത നമ്മോട് തെളിയിച്ചതാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒരു ജനതയ്ക്ക് ഇസ്സത്ത് വാഗ്ദാനം ചെയ്തത് വിശുദ്ധ ഖുർആനാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. വിശുദ്ധ ഖുർആൻ ഇസ്സത്ത് ആർക്കാണ് എന്ന് പറഞ്ഞപ്പോ ആ ഇസ്സത്ത് വാഗ്ദാനം ചെയ്ത ജനതയായി നമ്മുടെ കൺമുന്നിൽ 10,000-കണക്കിന് സ്ത്രീകളും കുട്ടികളും മനുഷ്യരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പറയുന്നത്. ഈ ഖുർആൻ നിങ്ങൾക്കൊന്നും തന്നിട്ടില്ലെങ്കിലും ഒന്ന് നിർബന്ധമായി തരും. അത് അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം ഇസ്സത്താൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം
വബിൽ ദീനൻ വബിമുഹമ്മദിൻ നബിയ. ഇസ്സത്തിന്റെ 3 മുദ്രാവാക്യങ്ങളാണ് ഈ ഉമ്മത്തിനുള്ളത്. ഒന്ന് അല്ലാഹയാണ്, ഒന്ന് റസൂലാണ്, മറ്റൊന്ന് ഇസ്ലാമാണ്. ഇത് നമ്മുടെ ആത്മഗതത്തിൽ ഉണ്ടായാൽ, ഹൃദയത്തിലുണ്ടായാൽ, നമ്മുടെ വികാരങ്ങളിൽ ഉണ്ടായാൽ, നമ്മൾ ഒരാൾക്കും തെറ്റിക്കാൻ, ഒരാൾക്കും നമ്മുടെ പാദത്തെ ഇളക്കി മാറ്റാൻ, നമ്മുടെ കൽബിനെ സംശയത്തിലാക്കാൻ ഒരിക്കലും കഴിയില്ല. ഈ മുദ്രാവാക്യം ലോകത്ത് തറയുറപ്പിച്ചു നിർത്തി, ലോകത്ത് അതിന്റെ മുന്നിൽ എല്ലാ ആയുധങ്ങളും നിസ്സാരമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച 10,000-കണക്കിന് ജനത നമ്മുടെ മുന്നിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഭൗതികമായ ഒരു പ്രോഫിറ്റാണ്. ഇത് വിശ്വസിച്ചാൽ തല താഴ്ത്തേണ്ടി വരില്ല, മുന്നിലാകേണ്ടി വരില്ല. ഇസ്സത്ത് നിങ്ങൾക്ക് ഇത് വാഗ്ദാനം ചെയ്യും. അതുകൊണ്ടാണ് 100 ചെറുപ്പക്കാർ ജയ് ശ്രീരാം വിളിച്ചൊരു കുട്ടിയുടെ പിന്നാലെ ഓടി വരുമ്പോ ആ മഫ്ത ധരിച്ച കുട്ടി തിരിഞ്ഞു നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത്. ഈ മുദ്രാവാക്യമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു നൽകുന്നത്. ഇത് ജീവിതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഘടകമാണ്, അതിജീവനത്തിന്റെ മുദ്രാവാക്യമാണ്. ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ, നേടണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ സഞ്ചരിക്കല്ലാതെ നിവൃത്തിയില്ല. ദൈവം നമ്പുരാൻ ജഗന്യന്താവ് പടച്ച റബ്ബ് അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നുകൊണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. ഇവിടെ നമസ്കാരം കഴിഞ്ഞ ഉടനെ കുറച്ച് അവാർഡ് ദാനങ്ങൾ നടന്നിരുന്നു.